നമുക്ക് ഇനി പഠിക്കാനായിട്ട് കുറച്ച് തിയറീസും കൂടി ഉണ്ട്. നിങ്ങൾ ഓൾറെഡി കുറച്ച് ക്രിമിനോളജിന്റെ തിയറീസ് പഠിച്ചില്ലേ? ഏതൊക്കെ പഠിച്ചു കഴിഞ്ഞു ഇപ്പോ? ക്ലാസിക്കൽ തിയറി, പ്രീ ക്ലാസിക്കല്, നിയോ ക്ലാസിക്കല് പഠിച്ചില്ലേ? അറ്റാവിസം, ബയോളജിക്കൽ തിയറീസ്, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതല്ലേ? ഞാൻ എടുത്തിട്ടില്ല, നിങ്ങൾക്ക് അറിയുന്നതല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആരുല്ലേ? പോയോ എല്ലാരും? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? Am I audible? പറയുന്നത് കേൾക്കാവോ? അപ്പോ ഇതില് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, ഈ തിയറി ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോ റിപ്പീറ്റ് ചെയ്യാൻ ഇതില്ല. നമ്മള് ക്രൈം ചെയ്യാനായിട്ട് ഒരുപാട് കോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു കുറ്റവാളിയെ കുറ്റവാളിയാക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. സോ അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ഈ തിയറീസിലൂടെ നമ്മൾ പഠിച്ചത്. എന്തുകൊണ്ട് അയാൾ ക്രിമിനൽ ആകുന്നു, വൈ ഹി ഈസ് ബിക്കമിങ് എ ക്രിമിനൽ, വാട്ട് ഈസ് ദ മോട്ടീവ് ബിഹൈൻഡ് ദാറ്റ്, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ആള് ക്രിമിനൽ ആവുന്നത് എന്ന് ഒരുപാട് സയന്റിസ്റ്റുകൾ ഇതുപോലെ ഗവേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി ഓരോരോ തിയറീസ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഈ ക്രിമിനോളജിക്കൽ തിയറീസ് എന്ന് പറയുന്നത്. അതിലുള്ള ഒരു തിയറിയാണ് സോഷ്യോ ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. അതായത് ബയോളജിക്കൽ തിയറീസിൽ നമ്മൾ പറഞ്ഞു ആളുടെ എന്താ പറയാ ആകാരവടിവും ആളുടെ കാണുന്ന ഫിസിക്കും അതേപോലത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ കാര്യങ്ങൾ കൊണ്ടാണ് ആള് ക്രൈം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹീസ് എ ബോൺ ക്രിമിനൽ എന്ന് പറയാം. അല്ലെങ്കിൽ പെയിൻ ആൻഡ് പ്രഷർ തിയറി നമ്മൾ പഠിച്ചു. ഫ്രീ വിൽ, ആൾക്ക് ഉണ്ടാവുന്ന മറ്റുള്ള ഒരാള് വേദനിക്കുന്നത് കാണുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഒരു പ്ലഷർ, അത് വെച്ചിട്ട് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആള് കമ്മിറ്റ് ചെയ്യുന്നത് ക്രൈം, അല്ലെങ്കിൽ എന്തെങ്കിലും സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. പക്ഷേ ഇനി നമ്മൾ പറയാൻ പോകുന്നത് സോഷ്യോ ലേണിംഗ് തിയറിയാണ്. ഇത് ആരാ സെമിനാർ എടുക്കുന്നത്? സോഷ്യോ ലേണിംഗ് തിയറി ഈ സോഷ്യോ ലേണിംഗ് തിയറിയില് ആള് ക്രൈം ചെയ്യാനായിട്ട് ഹലോ പറ ഐശ്വര്യാണോ? അല്ല മിസ്റ്റർ, റുക്സാനയും സായാനയും കൂടി പാർട്ട് ഹാഫ് ആക്കി എടുക്കണം. ഓക്കെ. അപ്പോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളിപ്പോ പറയാറില്ലേ, എന്താ പറയാ, നീ അവിടെ പോയിട്ട് കൂട്ടുകാരോട് കൂടി നിൽക്കണ്ട, വീട്ടിലൊക്കെ നമ്മൾ പറയാറില്ലേ കൂട്ടം കൂടി നടക്കണ്ട, അവരെ പൊട്ടു സ്വഭാവമൊക്കെ നിങ്ങൾ പഠിക്കും, അല്ലെങ്കിൽ ഈ ഫിലിം കാണണ്ട, നിങ്ങൾ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യും, അതുപോലെ ചെയ്യും, അങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും പറയാറുള്ള കാര്യം. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇമിറ്റേഷൻ ടെൻഡൻസി ഉണ്ടായിരിക്കും നമുക്ക് എല്ലാവർക്കും. ഹ്യൂമൻ ബീങ്സിനുള്ള ഒരു കാര്യമാണ് ഇമിറ്റേഷൻ ടെൻഡൻസി എന്ന് പറയുന്നത്. സോ നമ്മള് സൊസൈറ്റിയിൽ കാണുന്ന കാര്യങ്ങള്, നമ്മൾ അവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങള്, ഇതൊക്കെ നമ്മള് അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് നോക്കും. അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ, അങ്ങനെയായിരിക്കാം ഒരു പക്ഷേ ക്രിമിനൽസ് ക്രൈം ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു വ്യക്തി ക്രൈം ചെയ്യാനായിട്ട് പ്രേരിതനാവുന്നത് എന്നാണ് സോഷ്യോ ലേണിംഗ് തിയറിയിൽ പറയുന്നത്. അതായത് ഇതിനെ ഒബ്സർവേഷൻ തിയറി എന്ന് പറയും. സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ട് അവരുടെ മറ്റുള്ളവരുടെ ബിഹേവിയേഴ്സ്. ഇപ്പൊ നമ്മൾ ചെറുതായി കുട്ടിയായിരുന്നപ്പോ നമുക്ക് ഒന്നും അറിയത്തില്ല, നമ്മൾ ഓരോന്നും ചെറിയ കുട്ടി ഓരോ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടാണ് ആള് അതൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ നടക്കാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ എന്താ പറയാ,
ഫുഡ് കഴിക്കുക എങ്ങനെയാണ്, ഇതൊന്നും ചെറിയ കുട്ടികൾക്ക് അറിയില്ല. അവർ പതുക്കെ ഒബ്സർവ് ചെയ്തിട്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് കണ്ടിട്ട് ഇങ്ങനെയൊക്കെയാണ് അവരത് പഠിക്കുന്നത്. സോ അതേപോലെ തന്നെയാണ് ഒരു ക്രിമിനൽ ആവാനായിട്ട് പോകുന്ന ക്രിമിനൽ ആയ ഒരു വ്യക്തിയും ചെയ്യുന്നത്. മറ്റുള്ളവർ എന്താണോ ചെയ്യുന്നത് അത് ഞാൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് അവരാലോചിച്ചിട്ട് അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ അത് ഒരുപാട് പേര് എന്താണ് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള എഡ്വിൻ സുദർലാൻഡ്, അതുപോലെ റൊണാൾഡ് എക്സർ, പിന്നെ റോബർട്ട് ബർഗസ് എന്ന് പറയുന്ന ഒരുപാട് സയന്റിസ്റ്റ് മീൻസ് ലൈക്ക് ക്രിമിനോളജിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഒക്കെ ഇതിനെക്കുറിച്ച് ഒരുപാട് തിയറീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ ഏറ്റവും സോഷ്യൽ ലേണിംഗ് തിയറിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു തിയറി എന്ന് പറഞ്ഞാൽ ആൽബർട്ട് ബണ്ടൂറന്റെ മോഡലിംഗ് ആൻഡ് ഇമിറ്റേഷൻ തിയറിയാണ്. ആൽബർട്ട് ബണ്ടൂറ, സ്പെല്ലിങ് ALBERT BANDURA. ആൽബർട്ട് ബണ്ടൂറന്റെ മോഡലിംഗ് ആൻഡ് ഇമിറ്റേഷൻ തിയറി. ആ തിയറിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് ഈ സോഷ്യൽ ലേണിംഗ് തിയറി പറയുന്ന സമയത്ത്. സോ മെയിൻ ആയിട്ട് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് നോക്കും. ആ ഇമിറ്റേറ്റ് ചെയ്യുന്നതിലൂടെ ചിലപ്പോൾ നല്ല കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ചീത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ക്രിമിനൽസ് ആവുന്ന എല്ലാവരും എന്തായാലും അവരുടെ പൊട്ട സ്വഭാവം മാത്രമായിരിക്കും ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നത്. സോ എങ്ങനെയാണ് അക്കോർഡിംഗ് ടു സോഷ്യൽ ലേണിംഗ് തിയറി ലൈക്ക് പീപ്പിൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത് എന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ പെർസീവിങ് വാട്ട് അതർ പീപ്പിൾ ഡു, മറ്റുള്ളവർ എന്താണ് പറയുന്നതെന്ന് നോക്കുക, സ്വീകരിക്കുക, അതിനെക്കുറിച്ച് കാണാൻ ഒബ്സർവ് ചെയ്യുക. പെർസീവിങ് വാട്ട് അതർ പീപ്പിൾ ഡു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് ചെയ്തിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, നമ്മളൊരു കൂട്ടം പിള്ളേരെല്ലാരും കൂടി നിൽക്കുവാണ്. അതിലൊരു പുതിയൊരു പയ്യൻ വന്നു. ആ പയ്യൻ കാണാണ് ഇവര് സിഗരറ്റ് വലിക്കുന്നത്. ഈ കൂട്ടത്തിലുള്ള എല്ലാ പിള്ളേരും സിഗരറ്റ് വലിക്കുന്നത് കാണാണ്. ഫസ്റ്റ് ഈ പയ്യൻ ആദ്യമായിട്ടാണ് വന്നത്, ഈ കൊച്ചുകുട്ടി ആദ്യമായിട്ടാണ് ഈ ഗ്രൂപ്പിലേക്ക് വരുമ്പോ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ബാക്കിയുള്ള പിള്ളേർ സിഗരറ്റ് വലിക്കുന്നത് കാണാണ്. അപ്പൊ ഇവനൊരു കൗതുകം സിഗരറ്റ് വലിക്കണം എന്നുള്ളത്. അപ്പോ അവൻ എന്ത് ചെയ്യാം, ആദ്യം അതിനെ കുറിച്ച് ചിന്തിക്കും, ഞാൻ വലിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള ചിന്തിക്കുന്നതിനേക്കാൾ മുന്നേ ഇവർക്ക് ചിന്തിക്കും അതുപോലെ തന്നെ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, ഇത് സിഗരറ്റ് വലിച്ചിട്ട് ഈ ചേട്ടന്മാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അവൻ ആദ്യം ചിന്തിക്കും. ചിന്തിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ വലിച്ച എങ്ങനെ ഇരിക്കും, എനിക്കും അവർക്കൊന്നും പറ്റിയില്ലല്ലോ, അപ്പൊ പിന്നെ എനിക്കൊന്നും പറ്റത്തില്ല എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരിക്കും അവന്. അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പെർസീവിങ് വാട്ട് അതർ പീപ്പിൾ ഡു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കൺസിഡറിങ് ദി അപ്പാരന്റ് കോൺസിക്വൻസസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദോസ് പീപ്പിൾ, അവർക്ക് എന്തെങ്കിലും കോൺസിക്വൻസസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കും. ചിന്തിച്ചതിന് ശേഷം എന്താ, ഫസ്റ്റ് അവൻ അതിന് പ്രിപ്പയർ ചെയ്യും. വലിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മെന്റൽ പ്രിപ്പറേഷൻ വേണമല്ലോ. സോ അത് അവൻ മെന്റലി അവൻ അതിനെ റിഹേഴ്സ് ചെയ്യും. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സ്വഭാവം വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവുമോ എന്നുള്ളത് അവൻ ചിന്തിക്കും. അതിനുശേഷം എന്ത് ചെയ്യും, ഇത് ലൈക്ക് ദേ ടേക്കിംഗ് ആക്ഷൻസ് ബൈ ട്രൈയിങ് ദ ബിഹേവിയർ ദംസെൽസ്. അവര് തന്നെ അതിനെക്കുറിച്ച് ലൈക്ക് ആ ബിഹേവിയർ സ്വന്തമായിട്ട് ചെയ്തു നോക്കാൻ ശ്രമിക്കും. ഇപ്പൊ അവൻ സിഗരറ്റ് വലിക്കുന്ന കണ്ടു, ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ സിഗരറ്റ് വലിച്ചിട്ട്, ഇത് പൊട്ടയാണാണല്ലോ കേട്ടിട്ടുള്ളത്, പക്ഷെ ഇവർക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, അപ്പൊ പിന്നെ ഞാൻ വലിച്ചാലും എനിക്കൊന്നും പറ്റില്ല എന്ന് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യും, പിറ്റേ ദിവസം ഇവര് സിഗരറ്റ് വലിക്കുന്നതിന്റെ കൂട്ടത്തില് അവനും ഒന്ന് വലിച്ചു നോക്കും അല്ലേ. സോ ഇങ്ങനെയാണ് സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. ഇപ്പൊ സിഗരറ്റിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാ. അതേപോലെ ഇപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ പറയുന്നത് ഒരു ക്രിമിനൽ ആവാൻ വേണ്ടിയിട്ട് ലൈക്ക് ഹൗ ഹി ഒബ്സർവ് ദ തിങ്സ് എന്നുള്ളത്. അതിനൊരു 7 പോയിന്റ് പറയുന്നുണ്ട്. നിങ്ങളത് എഴുതിയെടുക്കോ ഞാൻ വായിക്കുമ്പോ? ഞാൻ വായിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കോ? എല്ലാവരും കൊഴിഞ്ഞു പോയാൽ ഉറക്കം വന്നിട്ടാണോ? ഓക്കെ, വാട്ട് എവർ, ഞാൻ വായിക്കാം, നിങ്ങൾ എഴുതിയെടുത്തോ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും നോട്ട്സ് ഉണ്ടെന്ന് ചെയ്യാം. So first thing is, according to social learning theory, people learn things by perceiving what other people do, then considering the apparent consequences experienced by those people, then rehearsing it.
first mentally they will rehearse what might happen in their own lives if they followed the other people's behavior. മറ്റുള്ളവരുടെ ബിഹേവിയർ ഞാൻ ഫോളോ ചെയ്താൽ എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്നുള്ളത് മെന്റലി പ്രിപ്പയർ ചെയ്യും, മെന്റലി റിഹേഴ്സ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് ടേക്കിംഗ് ആക്ഷൻസ് ബൈ ട്രൈയിങ് ദ ബിഹേവിയർ ദംസെൽസ്. അവര് തന്നെ എന്ത് ചെയ്യും, അത് ആക്ഷൻ ലൈക്ക് ദേ വിൽ ആക്ട് ദാറ്റ് വൺ. സിഗരറ്റിന്റെ കേസിലാണെങ്കിൽ ആളെന്ത് ചെയ്യും, സിഗരറ്റ് വലിക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റിന്റെ കാര്യമാണെങ്കിൽ he will do that accordingly. Then comparing their experiences with what happened to the other people. എന്നിട്ട് അയാൾക്കുണ്ടായ എക്സ്പീരിയൻസും മറ്റുള്ളവർക്കുണ്ടായ എക്സ്പീരിയൻസും തമ്മിൽ കമ്പയർ ചെയ്യും. ചേട്ടന്മാർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, അവർക്കില്ല. എനിക്ക് എന്തെങ്കിലും പറ്റിയോ, എനിക്കില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സിഗരറ്റ് വലി എന്ന് പറയുന്ന സംഭവം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹാബിറ്റ് ആക്കി മാറ്റും എന്ന് ഓർപ്പിക്കും. സോ ദിസ് ഈസ് ഹൗ the people learn things according to socio learning theory. Clear ആണോ? ഇപ്പൊ ഞാൻ പറഞ്ഞത്രയും ക്ലിയർ ആണോ? ഓക്കെ. അപ്പോ എന്താ പറയാ, നമ്മള് ഈ ക്ലാസിക്കൽ തിയറി എന്ന് പറഞ്ഞ വർഷങ്ങൾക്ക് മുന്നേ വന്നിട്ടുള്ള തിയറി ആണല്ലേ. അതിനുശേഷമൊക്കെയാണ് സോഷ്യോ ലേണിംഗ് തിയറിയും കാര്യങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള സൈക്കോളജിക്കൽ തിയറീസും ഒക്കെ വന്നിട്ടുള്ളത്. സോ ഇപ്പൊ നമ്മളൊരു ക്രിമിനലിന്റെ ബിഹേവിയർ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഒരു നോൺ ക്രിമിനൽ ബിഹേവിയർ ആണെങ്കിലും ക്രിമിനൽ ബിഹേവിയർ ആണെങ്കിലും ഒരു ഹ്യൂമൻ ബീയിന്റെ ബിഹേവിയർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ, ഈ സോഷ്യോ ലേണിംഗ് തിയറി ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില്. സോ ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ലൈക്ക് നമ്മളെ ഏകദേശം വിശ്വസിക്കാവുന്ന തരത്തിലുള്ള ഒരു കൺസെപ്റ്റ് ആണല്ലേ. മുന്നേ കാലത്ത് പറഞ്ഞിരുന്ന പോലെ ഡെവിളിന്റെയോ അങ്ങനത്തെ കൺസെപ്റ്റ്സുകളൊന്നല്ല. ദിസ് ഈസ് ലൈക്ക് നമുക്ക് ലൈക്ക് വി ക്യാൻ ടെസ്റ്റ് ദിസ് വൺ. കുറച്ചും കൂടി സയന്റിഫിക് ആണ്, നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ സൈക്കോളജി പഠിക്കുകയാണെങ്കിൽ അതിൽ പറയുന്നുണ്ട് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്സ്. ബിഹേവിയറിസം അല്ലെങ്കിൽ ബിഹേവിയറിസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെ ബിഹേവിയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലേണിംഗ് മെത്തേഡ്സ് ഉണ്ട്. ലൈക്ക് ഒരു പട്ടിക്കുട്ടിക്ക് നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടോ? അത് ഒരു ഡോഗിന്റെ അടുത്ത് ആദ്യത്തെ ദിവസം ഫുഡ് കൊണ്ടുവയ്ക്കും. അപ്പോ ആ ഫുഡ് കൊണ്ടുവയ്ക്കുന്ന സമയത്ത് അത് സലൈവേറ്റ് ചെയ്യുന്ന കഥ ഞാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോടാണോന്ന് എനിക്ക് ഓർമ്മയില്ല. സോ ഫുഡ് വിത്ത് ബെല്ല്. അപ്പോൾ അതിന് ആദ്യത്തെ പ്രാവശ്യം ബെല്ലടിക്കുമ്പോ അതിന് സലൈവേഷൻ വരത്തില്ല. ഫസ്റ്റത്തെ പ്രാവശ്യം എന്തായാലും ചുമ്മാ ബെല്ലടിക്കും, അപ്പൊ അതിന് സലൈവേഷൻ വരില്ല. പിന്നെ വെറുതെ ഫുഡ് കൊടുക്കും, അപ്പൊ അതിന് ഫുഡ് കാണിച്ചു കൊടുക്കുമ്പോ സലൈവേഷൻ വരും. അടുത്തത് ഫുഡിന്റെ ഒപ്പം ബെല്ലടിക്കുമ്പോ ഫുഡ് കാണുന്നുണ്ട്, ബെല്ലിന്റെ സൗണ്ടും കേൾക്കുന്നുണ്ട്, സലൈവേഷൻ വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബെല്ല് മാത്രമാക്കുന്ന സമയത്ത് സലൈവേഷൻ ഓട്ടോമാറ്റിക്കലി ഫുഡ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് സലൈവേഷൻ വരും. പക്ഷെ അവിടെ ഫുഡ് ഇല്ല, ബെല്ലിന്റെ സൗണ്ട് മാത്രം കേട്ടിട്ട്. അപ്പൊ അങ്ങനത്തെ ലേണിംഗ് ലൈക്ക് ഓരോ ലേണിംഗ് മെത്തേഡ്സ് ബിഹേവിയേഴ്സും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ മെത്തേഡ്സ് ഉണ്ട്. അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൈക്കോളജിയിൽ ഓൾമോസ്റ്റ് കാര്യങ്ങൾ. സോ അതൊക്കെ ഈ സോഷ്യോ ലേണിംഗ് തിയറിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. സോഷ്യോ ലേണിംഗ് തിയറിയിൽ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഒരുപാട് വേറെ തിയറീസ് വന്നിട്ടുണ്ട്. സോഷ്യോ ലേണിംഗ് തിയറി ഇപ്പൊ നമ്മൾ പറഞ്ഞ സോഷ്യോ ലേണിംഗ് തിയറിന്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഒരുപാട് ലേണിംഗ് തിയറീസ് വന്നിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞതാണ് ബന്ദൂരാസ് മോഡലിംഗ് ആൻഡ് ഇമിറ്റേഷൻ തിയറി. ആൽബർട്ട് ബന്ദൂരാസിന്റെ മോഡലിംഗ് ആൻഡ് ഇമിറ്റേഷൻ തിയറി. അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറിയാണ്. നിങ്ങൾ എന്തായാലും ബാക്കിയുള്ള തിയറീസ് എഴുതുന്ന ഫസ്റ്റ് നിങ്ങൾ ബന്ദൂരാന്റെ മോഡലിംഗ് ആൻഡ് ഇമിറ്റേഷൻ തിയറി എഴുതുക. വൺ വേർഡ് ആണെങ്കിലും ചിലപ്പോൾ ചോദിക്കും ആരാണ് ഇമിറ്റേഷൻ ആൻഡ് മോഡലിംഗ് തിയറി ലൈക്ക് അതിനെ കുറിച്ച് സംസാരിച്ചതെന്ന്. സോ ദാറ്റ് ഈസ് ആൽബർട്ട് ബന്ദൂര. അതുപോലെ തന്നെ സുദർലാൻഡിന്റെ ഡിഫറൻഷ്യൽ അസോസിയേഷൻ തിയറി. അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. സുദർലാൻഡ്സ് ഡിഫറൻഷ്യൽ അസോസിയേഷൻ തിയറി. അതേപോലെ തന്നെ എക്കേഴ്സ് റെയിൻഫോഴ്സ്മെന്റ് തിയറി. 3 തിയറീസ്. ഒന്ന് റൊണാൾഡ് അക്കേഴ്സിന്റെ റെയിൻഫോഴ്സ്മെന്റ് തിയറി, അതേപോലെ തന്നെ ആൽബർട്ട് ബന്ദൂരാന്റെ മോഡലിംഗ് ആൻഡ് ഇമിറ്റേഷൻ തിയറി, പിന്നെ എഡ്വിൻ സുദർലാൻഡിന്റെ ഡിഫറൻഷ്യൽ അസോസിയേഷൻ തിയറി. 3 തിയറീസ്.
മനസ്സിലായോ? അതില് ബന്ദൂരന്റെ തിയറിയിൽ പറയുന്നത്, ഇപ്പൊ നമ്മള് കുട്ടികളൊക്കെ അവര് ചുറ്റുള്ള എന്താ പറയാ ആൾക്കാരെ ഒക്കെ ഒബ്സർവ് ചെയ്തിട്ടായിരിക്കും കാര്യങ്ങൾ അവരുടെ ബിഹേവിയർ ഉണ്ടാക്കുന്നത് അല്ലേ? അതിനെ നമ്മൾ ഒബ്സർവേഷണൽ ലേണിംഗ് എന്നാണ് പറയുന്നത്. ഒബ്സർവേഷണൽ ലേണിംഗ്. രണ്ട് ടൈപ്പ് കണ്ടീഷനിങ് ഉണ്ട് സൈക്കോളജിയിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ലൈക്ക് ഡോഗിന്റെ മുന്നിൽ ഫുഡ് കൊണ്ടുവച്ചിട്ട് ബെല്ലടിക്കുന്ന സംഭവം, അത് ഒരു കണ്ടീഷനിങ് ആണ്. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് ലൈക്ക് ലേണിംഗ് അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ഉള്ള ഒരു കണ്ടീഷനിങ് മെത്തേഡാണ്. രണ്ട് ടൈപ്പ് കണ്ടീഷനിങ് ആണുള്ളത്, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും അതേപോലെ തന്നെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങും. രണ്ട് ടൈപ്പ് കണ്ടീഷനിങ് ഉണ്ട്, ക്ലാസിക്കൽ കണ്ടീഷനിങ് അതുപോലെ തന്നെ ഓപ്പറന്റ് കണ്ടീഷനിങ്. സോ അത് സൈക്കോളജിയിൽ പറയുന്ന രണ്ട് കണ്ടീഷനിങ് മെത്തേഡ്സ് ആണ്. അതിനോട് യോജിച്ചതാണ് നമ്മുടെ ആൽബർട്ട് ബന്ദൂര പറഞ്ഞിട്ടുള്ള ഈ സോഷ്യൽ ലേണിംഗ് തിയറി. ഇതിന്റെ കൂട്ടത്തില് ഇതിനോട് ആഡ് ചെയ്തിട്ട് രണ്ട് കാര്യങ്ങൾ ബന്ദൂര പറഞ്ഞു. ഒന്ന് മീഡിയേറ്റിംഗ് പ്രോസസ്സ്. ഒന്നാമത്തെയാണ് മീഡിയേറ്റിംഗ് പ്രോസസ്. ദിസ് ഒക്കർ ബിറ്റ്വീൻ സ്റ്റിമുലൈ ആൻഡ് റെസ്പോൺസസ്. സ്റ്റിമുലൈ ആൻഡ് റെസ്പോൺസസ്. രണ്ടാമത്തെ കാര്യം ആള് പറഞ്ഞത് ബിഹേവിയർ ഈസ് ലേൺഡ് ഫ്രം ദി എൻവിയോൺമെന്റ്. നമ്മുടെ ചുറ്റുമുള്ള പരിസ്ഥിതിയിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം നമ്മൾ ഉണ്ടാക്കുന്നത്. ത്രൂ ദ പ്രോസസ് ഓഫ് ഒബ്സർവേഷണൽ ലേണിംഗ്. ആദ്യം പറഞ്ഞ കാര്യം മീഡിയേറ്റിംഗ് പ്രോസസ് ഒക്കേഴ്സ് ബിറ്റ്വീൻ സ്റ്റിമുലൈ ആൻഡ് റെസ്പോൺസസ്. സ്റ്റിമുലൈ ആൻഡ് റെസ്പോൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഡോഗിന്റെ മുന്നിൽ നമ്മൾ ഫുഡും അതുപോലെ തന്നെ ബെല്ലും കൊടുത്തു, അതാണ് സ്റ്റിമുലസ്. ഫുഡും ബെല്ലാണ് അവിടെ സ്റ്റിമുലസ് വരുന്നത്. റെസ്പോൺസ് എന്താണ്? ഡോഗ് ലൈക്ക് സലൈവേഷൻ നടത്തുവാണ്. ആ സലൈവേഷൻ ആണ് എന്ത്? റെസ്പോൺസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു മീഡിയേറ്റിംഗ് പ്രോസസ് ആണ്. ഇറ്റ് ഒക്കേഴ്സ് ബിറ്റ്വീൻ ദിസ് സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. ഒരു സ്റ്റിമുലസ് കാണുമ്പോൾ ഹൗ വി ആർ റെസ്പോണ്ടിങ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ബിഹേവിയർ നമ്മൾ എവിടെ നിന്നാണ് പഠിക്കുന്നത്? നമ്മുടെ എൻവയോൺമെന്റിൽ നിന്നാണ്. എങ്ങനെ? ഒബ്സർവേഷനിലൂടെ, ഒബ്സർവേഷണൽ ലേണിംഗിലൂടെ. ക്ലിയർ ആയോ? നമ്മളോട് ചോദിക്കും നമ്മുടെ റോൾ മോഡൽ ആരാ എന്നൊക്കെ അല്ലേ? നമ്മൾ ഒരാളെ കണ്ടിട്ട് ആളെ പോലെ നമ്മൾ ആവാൻ ശ്രമിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ റോൾ മോഡൽ ആരാന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. സോ അതുപോലെ നമുക്ക് പറയാം, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഇൻഡിവിജ്വലിനെ നമ്മൾ വിളിക്കുന്നതാണ് മോഡൽ എന്ന്. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഇൻഡിവിജ്വലിനെ നമ്മൾ വിളിക്കുന്നത് മോഡൽ എന്നാണ്. സോ നമ്മുടെ കുട്ടികളെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടികളുടെ കുറിച്ച് ഈ ഒബ്സർവേഷണൽ തിയറി പഠിക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടികളെ ലൈക്ക് അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. അതാണ് ബോബോ ഡോൾ എക്സ്പെരിമെന്റ്. ബോബോ ഡോൾ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഈ ബോബോ ഡോൾ എക്സ്പെരിമെന്റില് പറയുന്ന കാര്യങ്ങളാണ് ലൈക്ക് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഇൻഡിവിജ്വലിനെ നമ്മൾ പറയുന്നതാണ് മോഡൽ. ഈ സൊസൈറ്റിയിൽ കുട്ടികൾ ഒരുപാട് മോഡലുകൾക്ക് നടുക്കിലാണ്. കുട്ടികൾ, അതായത് പാരന്റ്സ്, അവരുടെ ഫാമിലി, അതുപോലെ തന്നെ TV, അതുപോലെ അവരുടെ ഫ്രണ്ട്സ്, പിയർ ഗ്രൂപ്പ്സ്, സ്കൂൾസ്, ടീച്ചേഴ്സ്, ഒരുപാട് മോഡലുകളുടെ ഇടയിലാണ് ഈ കുട്ടികൾ ഉണ്ടായിരിക്കുക. സോ ഈ മോഡലുകളൊക്കെ എന്ത് ചെയ്യും? കുട്ടിക്ക് ലൈക്ക് ഒബ്സർവ് ചെയ്യാനും ഇമിറ്റേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്. ഇപ്പം ഫാമിലിയിൽ നിന്ന് കുട്ടി കുറെ കാര്യങ്ങൾ പഠിക്കും, അതുപോലെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കും, ദെൻ എൽഡർ ഗ്രൂപ്പിന്റെ അടുത്ത് നിന്ന്, അതുപോലെ പിയർ ഗ്രൂപ്പിന്റെ അടുത്ത് നിന്ന്, അതേപോലെ തന്നെ എൽഡേഴ്സിന്റെ അടുത്ത് നിന്ന്, ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും.
സോ ഹൗ ടു ബിഹേവ് എന്ന് പറയുന്നത് ഈ കുറെ മോഡലുകളുടെ ഇൻഫ്ലുവൻസിലൂടെയാണ് ആ കുട്ടി പഠിക്കുന്നത്. അതാണ് ഒബ്സർവേഷണൽ ലേണിംഗിൽ പറയുന്നത്. ഇപ്പോ ആൺകുട്ടികള് പെൺകുട്ടികൾ, അതായത് ഈ മാസ്കുലൈൻ ആൻഡ് ഫെമിനൈൻ എന്നൊക്കെ പറയത്തില്ലേ, ആൺകുട്ടികൾ ഭയങ്കര ഡൊമിനന്റ് ആയിട്ട് കുറെ സംസാരിക്കുന്നത് കാണാം ചെറിയ കുട്ടികളൊക്കെ ആയിരിക്കുന്ന സമയത്ത്. അതുപോലെ ഒന്നീ പെൺകുട്ടിയല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. സോ ഇതൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്നാണ്. അവർക്ക് അതല്ലാതെ അവർ ജനിച്ചു വളർന്നപ്പോൾ തന്നെ ഇതൊന്നും അവർക്ക് അറിയത്തില്ല. അവരവരെ സൊസൈറ്റിയിൽ നിന്നാണ് ഇത് പഠിക്കുന്നത്. സോ ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് ഇതില് പറയാനായിട്ട് പറ്റും. ആദ്യം അവരെന്ത് ചെയ്യും, ഈ കുട്ടികള് ഈ കാര്യങ്ങളൊക്കെ പെർസീവ് ചെയ്തതിന് ശേഷം അത് അതുപോലെ തന്നെ എന്താ പറയാ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുക. ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, അതിന് ചിലപ്പോൾ നല്ല കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും. ഇപ്പൊ ഓക്കെ ഗുഡ്, യു ഡൺ വെൽ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ചോക്ലേറ്റ് കൊടുത്ത് അതിന് ലൈക്ക് റീഇൻഫോഴ്സ്മെന്റ് ആയിരിക്കും കൊടുക്കുന്നത്. അതല്ല വാട്ട് ഹീസ് ഡൂയിങ് റോങ് എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പണിഷ്മെന്റ് കൊടുക്കും അല്ലേ. രണ്ട് കാര്യങ്ങളുണ്ട്, റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെന്റ്. ഇപ്പൊ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പണിഷ്മെന്റ് കൊടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും. നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്ന സമയത്ത് കുട്ടിക്ക് അത് പിന്നെയും പിന്നെയും ചെയ്യാനുള്ള ഒരു പ്രചോദനമായിട്ടാണ് ഇരിക്കുക. ലൈക്ക് നമ്മൾ ചോക്ലേറ്റ് കൊടുത്തിട്ട് പറയണം നീ നന്നായി പോലെ നല്ലപോലെ ചെയ്തു, അല്ലെങ്കിൽ ഇപ്പൊ കുട്ടി എന്തെങ്കിലും ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഗുഡ് പറയുക, അല്ലെങ്കിൽ സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് ചെയ്തില്ലേ, സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കുക, അതേപോലെ തന്നെ ചോക്ലേറ്റ് കൊടുക്കുക, അവരെ ഗുഡ് എന്ന് പറയാ, ഹഗ് ചെയ്യുക. അപ്പൊ അവര് ഓക്കെ വാട്ട് ഐ ഹാഡ് ഡൺ ഈസ് ഗുഡ് എന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യും, അവര് അത് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്യാൻ നോക്കും. അതിനെയാണ് നമ്മൾ ഹെർ ബിഹേവിയർ അല്ലെങ്കിൽ ഹെർ ഓഫ് ഹിസ് ബിഹേവിയർ ഈസ് റീഇൻഫോഴ്സ്ഡ് എന്ന് പറയുക. അതായത് കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യാണ് അങ്ങനെ ചെയ്യുക. റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോൾ അവരുടെ ബിഹേവിയർ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യാണ് ചെയ്യുക. അതല്ല റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാതെ പണിഷ്മെന്റ് കൊടുത്തു എന്ന് വിചാരിക്കുക. ചിലപ്പോ ഈ റീഎൻഫോഴ്സ്മെന്റ് ചിലപ്പോ ആ കുട്ടി ചെയ്ത് തെറ്റായിരിക്കാം, പക്ഷെ വിഷമിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ കുഴപ്പമില്ല നല്ലതാ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആള് വിചാരിക്കും ഓക്കെ കുഴപ്പമില്ലല്ലോ, അപ്പൊ ഞാൻ ചെയ്ത കാര്യം ശരിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് പിന്നെ റിപ്പീറ്റ് ചെയ്യും. സോ ഹീസ് റിപ്പീറ്റിംഗ് ദ സെയിം മിസ്റ്റേക്ക് അല്ലെ. അപ്പൊ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, നമ്മൾ റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഒന്നത് പോസിറ്റീവായിട്ടും ബാധിക്കാം, രണ്ടത് നെഗറ്റീവായിട്ടും ബാധിക്കാം. അപ്പോൾ റീഎൻഫോഴ്സ്മെന്റ് പോസിറ്റീവും ആവാം നെഗറ്റീവും ആവാം. പണിഷ്മെന്റ് ആണെങ്കിലും പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. പണിഷ്മെന്റിന്റെ കാര്യത്തിൽ നമ്മളിപ്പോ ഒരാളെ ജയിലിൽ അടയ്ക്കുന്നത് എന്തിനാ, അയാൾ ഇനി ആ കുറ്റകൃത്യം രണ്ടാമത് ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ടാണ് പണിഷ്മെന്റ് കൊടുക്കുന്നത്. പക്ഷെ ആൾക്കത് മനസ്സിലാവാതെ ഓക്കെ എന്നെ പണിഷ് ചെയ്തു എന്നാൽ ഞാൻ പിന്നെ ഇനി ക്രൈം ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് പിന്നെയും ക്രൈം ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, അത് നെഗറ്റീവ് ആയിട്ടായിരിക്കും ബാധിക്കുക. സോ റീഎൻഫോഴ്സ്മെന്റ് ആണെങ്കിലും പണിഷ്മെന്റ് ആണെങ്കിലും എന്തുണ്ടായിരിക്കും, പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റും ഉണ്ട് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റും ഉണ്ട്. അതുപോലെ തന്നെ പണിഷ്മെന്റിന്റെ കാര്യത്തിലും അത് മേ ബി പോസിറ്റീവും നെഗറ്റീവും ആയിട്ടും ബാധിക്കാം. മനസ്സിലായോ ഇത്രയും പറഞ്ഞത്? ഇനി അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞു ഈ കുട്ടി അതൊക്കെ ബിഹേവിയർ ഒക്കെ കണ്ടു പഠിച്ചു, അത് ആളുടെ ജീവിതത്തിൽ ആള് ചെയ്തു, അത് ആക്ഷൻ ചെയ്തതിന് ശേഷം മേ ബി അതിന് റീഎൻഫോഴ്സ്മെന്റ് കിട്ടി, അല്ലെങ്കിൽ അതിന് എന്ത് ചെയ്യും, പണിഷ്മെന്റ് കിട്ടും. സോ ആ കിട്ടുന്ന റീഎൻഫോഴ്സ്മെന്റിൽ നിന്നും പണിഷ്മെന്റിൽ നിന്നാണ് ആ കുട്ടി തീരുമാനിക്കുന്നത് എന്ത്, ഞാന് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യണോ, സംവൺസ് ആക്ഷൻ ഞാൻ എന്ത് ചെയ്യണോ, കോപ്പി ചെയ്യണോ, അല്ലെങ്കിൽ ഞാൻ അതിനെ വിട്ട് കളയണോ എന്നുള്ളത്. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടി ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കുട്ടിയുടെ എക്സാമ്പിൾ പറയുന്നത് നമ്മള് ലൈക്ക് ഈ ചെറുതിനാണ് ഇത് വന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ചെറിയ കുട്ടികളിൽ നിന്നാണ്, അല്ലെങ്കിൽ വലിയൊരാളാണെങ്കിലും ഒബ്സർവ് ചെയ്തിട്ട് സംഭവിക്കാം. പക്ഷെ നമ്മൾ കുട്ടികളിൽ നിന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ എക്സാമ്പിൾ ആയിട്ട്. ഇപ്പൊ ഒരു കുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആള് സ്കൂളിലാണെങ്കിലും സ്കൂളില്
ഫസ്റ്റ് വാങ്ങിയിട്ടുള്ള ഒരു കുട്ടിക്ക്, അവരെ ക്ലാസ്സിൽ ഫസ്റ്റ് ഉള്ള ഒരു കുട്ടിക്ക് ടീച്ചർ എന്ത് ചെയ്തു, ഒരു ഗിഫ്റ്റ് കൊടുത്തു. ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന കാണുന്ന വേറൊരു കുട്ടി എന്ത് ചെയ്യും, ഓക്കെ ഞാൻ ഫസ്റ്റ് വാങ്ങിക്കഴിഞ്ഞാല് എനിക്ക് ഇതുപോലെ അടുത്ത പ്രാവശ്യം ഗിഫ്റ്റ് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് പഠിക്കും. അത് റിപ്പീറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ബിഹേവിയർ ഒരു കുട്ടി ചെയ്തു, ഇപ്പൊ നമ്മൾ പറയാറില്ലേ, നമ്മൾ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ പുറത്ത് കാണിക്കുമ്പോൾ അതൊരു റോൾ മോഡലാണ്, മറ്റുള്ളവർക്ക് ഒരു മാതൃകയാവുകയാണ് ചെയ്യുന്നത്. സോ അത് കണ്ടിട്ടെങ്കിലും ആരെങ്കിലും നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ. അപ്പോ അതേപോലെ തന്നെയാണ് നമ്മൾ അത് ലൈക്ക് ഒരു പർട്ടിക്കുലർ ബിഹേവിയർ ഒരാളെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ആള് ആ ബിഹേവിയർ മറ്റേ ആള് ആ ബിഹേവിയർ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോ ഒരു കുട്ടിക്ക് ഗിഫ്റ്റ് കിട്ടി, അപ്പൊ അടുത്തിരിക്കുന്ന കുട്ടി ആ കുട്ടി ചെയ്ത ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യാണ് ആളിലേക്ക് നല്ലത് വരുത്താനായിട്ട്, ഇഫ് ഇറ്റ് ഈസ് ഫോർ ഗുഡ് എന്നുള്ളത്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, വികാരിയസ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. വികാരിയസ് റീഎൻഫോഴ്സ്മെന്റ്, VICARIOUS. അങ്ങനെയാണ് കുട്ടി ലൈക്ക് whether he has to copy or not someone's action. So a person learns by observing the consequences of other persons. ഞാൻ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഒരാൾക്ക് എന്ത് സംഭവിച്ചു, സിഗരറ്റ് വലിച്ച സമയത്ത് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും കോൺസിക്വൻസസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും അടുത്ത ആള് എന്ത് ചെയ്യാ, അതിനെ ലൈക്ക് ആക്ഷൻ ടേക്ക് ഇൻ ടു ആക്ഷൻ. അതാണ് എന്ത്, വികാരിയസ് റീഎൻഫോഴ്സ്മെന്റ് എന്നാണ് അതിനെ പറയുന്നത്. വികാരിയസ് റീഎൻഫോഴ്സ്മെന്റ് എന്താന്ന് മനസ്സിലായില്ലേ? സോ ഇതാണ് ഒബ്സർവേഷണൽ ലേണിംഗിൽ പറയുന്ന കാര്യം. സോ എന്താണ് ഒബ്സർവേഷൻ ലേണിംഗ്, ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഒരു മോഡലും കൂടി ഉണ്ട്, മീഡിയേഷണൽ പ്രോസസ് എന്ന് പറയുന്ന ഒരു മോഡലും കൂടി ഉണ്ട്. 2 മോഡലാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് മീഡിയേഷണൽ പ്രോസസ്സ്, ഒരു സ്റ്റിമുലസും റെസ്പോൺസ് ആയിട്ടുള്ളത്. രണ്ടാമത്തെ ബിഹേവിയർ അവരെ എൻവയോൺമെന്റിൽ നിന്നാണ്, അതായത് ഒബ്സർവേഷണൽ ലേണിംഗിലൂടെയാണ് പഠിക്കുന്നത് എന്നുള്ളത്. ഒബ്സർവേഷണൽ ലേണിംഗ് ഇപ്പൊ പറഞ്ഞു. രണ്ടാമത്തെയാണ് മീഡിയേഷണൽ പ്രോസസ്. മീഡിയേഷണൽ പ്രോസസ്സിൽ 4 കാര്യങ്ങളാണ് നമ്മുടെ ആൽബർട്ട് ബന്ദൂറ പറയുന്നത്. ഒന്ന് അറ്റൻഷൻ, രണ്ടാമത്തെ റിട്ടൻഷൻ, റീപ്രൊഡക്ഷൻ ആൻഡ് മോട്ടിവേഷൻ. ഈ 4 കാര്യങ്ങളാണ് ആൽബർട്ട് ബന്ദൂറ എന്തിന്റെ കാര്യത്തിൽ പറയുന്നത്, ഈ മീഡിയേഷണൽ പ്രോസസ്സിൽ പറയുന്നത്. അറ്റൻഷൻ എന്താ, ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. സോ ഫോർ എ ബിഹേവിയർ ടു ബി ഇമിറ്റേറ്റഡ് ഇറ്റ് ഹാസ് ടു ഗ്രാബ് അവർ അറ്റൻഷൻ. ഒരു കാര്യം നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അറ്റൻഷനിൽ അത് കൊണ്ടുവരണം. ഇപ്പൊ നമ്മൾ വലിയ വലിയ സെലിബ്രിറ്റീസിനൊക്കെ കണ്ടിട്ട് ഒരു കാര്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, അവർ നമ്മുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുന്നതുകൊണ്ടല്ലേ. സോ ഫോർ എ ബിഹേവിയർ വി ഹാവ് ടു ബി ഇമിറ്റേറ്റഡ് ഇറ്റ് ഹാസ് ടു ഗ്രാബ് അവർ അറ്റൻഷൻ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡെയിലി കാണുന്നുണ്ട്, പക്ഷെ അതിലെല്ലാ കാര്യങ്ങളും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. സോ അറ്റൻഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ്, എക്സ്ട്രീം ഇമ്പോർട്ടൻറ്റ് ലൈക്ക് ഫോർ ബിഹേവിയർ ടു മോൾഡ്. സോ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ, ഇമിറ്റേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ഇമ്പോർട്ടൻസ് ഏതിനുള്ളത്, അറ്റൻഷൻ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, അതിൽ നമ്മൾ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന കാര്യം മാത്രമാണ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. സോ അറ്റൻഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദി ബിഹേവിയർ ഇൻഫ്ലുവൻസിങ്. രണ്ടാമത്തെ കാര്യമാണ് റിട്ടൻഷൻ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗ വെൽ ദ ബിഹേവിയർ ഈസ് റിമെമ്പേർഡ്. നമ്മൾ നോട്ടീസ് ചെയ്ത, നമ്മുടെ അറ്റൻഷൻ നമുക്ക് സീക്ക് ചെയ്ത, നമ്മൾ നോട്ടീസ് ചെയ്ത കാര്യം എത്രത്തോളം നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്നുണ്ട്.
എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അതിനെ ചെയ്യുന്നത്. നമ്മൾ അറ്റൻഷൻ മാത്രം ഗ്രാബ് ചെയ്താൽ പോരാ, നമ്മൾ അതിനെ ഓർത്തു വെച്ച് നമ്മൾ ചെയ്യുകയും കൂടെ വേണം. സോ ഹൗ വെൽ ദ ബിഹേവിയർ ഈസ് റിമെമ്പേർഡ്. ദ ബിഹേവിയർ മേ ബി നോട്ടീസ്ഡ് ബൈ ഈസ് ഇറ്റ് നോട്ട് ഓൾവേസ് റിമെമ്പേർഡ് വിച്ച് ഒബ്വിയസ് പ്രിവെന്റ്സ് ദി ഇമിറ്റേഷൻ. നമ്മളെപ്പോഴും ഓർത്തു വെക്കാത്ത കാര്യം നമ്മളെ അത് പിന്നീട് ചെയ്യത്തില്ല. സോ നമ്മൾ എത്രത്തോളം ലൈക്ക് ഓർത്തു വെക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. So it is therefore the memory that the memory of the behavior is formed to be performed later by the observer. ഓർത്തു വെക്കുന്ന കാര്യം തിരിച്ച് ഓർമ്മയിൽ വന്നിട്ട് നമ്മളത് ചെയ്യുകയും കൂടെ വേണം. അതാണ് റിട്ടൻഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യമാണ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ എന്താ? നമ്മുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്ത് നമ്മൾ ഓർത്ത് വെച്ച കാര്യം നമ്മൾ അത് ചെയ്യാനും കൂടി അറിയണം അല്ലേ? അതാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ വി സീ മച്ച് ബിഹേവിയർ ഓൺ ഡെയിലി ബേസിസ് that we would like to be able to imitate, but that this is not always possible. എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ എന്തായാലും ഓർത്തു വെച്ച് ഓർമ്മയുള്ള കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. സോ അത് ഓരോരുത്തരുടെ ലൈക്ക് മെന്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ എബിലിറ്റി വെച്ചിട്ടുള്ളതായിരിക്കും. ഇപ്പോ ഒരു ചെറിയ കുട്ടി ഒരു വലിയ ആൾ നിന്നിട്ട് ഒരു 10-20 കിലോന്റെ വെയിറ്റ് എടുത്ത് പൊക്കിക്കൊണ്ടിരിക്കുക. ഈ ചെറിയ കുട്ടിക്ക് അത് ഭയങ്കര കൗതുകം തോന്നി ആൾ ഇങ്ങനെ നോക്കി നിന്നിട്ട് അത് ചെയ്യാൻ ഓർമ്മയുണ്ട്, അവനത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. So it depends on the physical and mental ability of that person. So നമുക്കതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യമാണ് മോട്ടിവേഷൻ. സോ മോട്ടിവേഷൻ എന്താ? ദ വിൽ ടു പെർഫോം ദ ബിഹേവിയർ. The will to perform the behavior. അതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഒരു ബിഹേവിയർ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പെർഫോം ചെയ്യാനായിട്ട് നമ്മുടെ ലൈക്ക് നമുക്ക് എന്തോരം പ്രോത്സാഹനം കിട്ടുന്നുണ്ട് എന്നുള്ളത്. നമ്മുടെ ഇന്നർ ആയിരിക്കാം, എക്സ്റ്റേണൽ ആയിരിക്കാം, ഇന്റേണൽ ആയിരിക്കാം. സോ ഈ റിവാർഡ്സ് അതുപോലെ തന്നെ പണിഷ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞില്ലേ, റീഎൻഫോഴ്സ്മെന്റോ അതുപോലെ പണിഷ്മെന്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ ദീസ് റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ് ദാറ്റ് ഫോളോ എ ബിഹേവിയർ will be considered by the observer. ഇപ്പോൾ ഒരു കുട്ടി സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോ ഞാൻ ചെയ്തിട്ട് ഇപ്പൊ എന്താ കാര്യം, എനിക്കൊരു ഉപകാരമില്ലല്ലോ എന്ന് വിചാരിക്കാൻ പറ്റില്ല. മനസ്സിലായോ? എന്തെങ്കിലും മോട്ടിവേഷൻ അവന് കിട്ടിയെന്ന് വിചാരിക്കുക. ഇപ്പൊ റിവാർഡ് കിട്ടി അവന്, ഓക്കെ എനിക്ക് ഇന്ന് ഞാൻ ഈ കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അച്ഛൻ ഇന്ന് ബിരിയാണി വാങ്ങിക്കൊണ്ടിരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബിരിയാണിയുടെ പേരിലെങ്കിലും ആളത് ചെയ്യും അല്ലേ? സോ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഓർത്തു വെച്ച കാര്യങ്ങൾ, അറ്റൻഷൻ ഗ്രാബ് ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. സോ അതാണ് എന്ത് പറയുന്നത്, മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് വികാരിയസ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു ഒബ്സർവേഷനിൽ. അതായത് ഒരു കുട്ടിക്ക് ഗിഫ്റ്റ് കിട്ടുന്ന കണ്ടു, അപ്പൊ എനിക്കും വേണമെന്ന് തോന്നി, അതുകൊണ്ട് ആ ബിഹേവിയർ അയാൾ റിപ്പീറ്റ് ചെയ്യും. പക്ഷെ ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു 50 പൈസയുടെ മിഠായി ആണെന്ന് വിചാരിക്കുക. ചെറിയൊരു മിഠായി, 50 പൈസക്ക് വിലയില്ല എന്നല്ല, ഒരു ചെറിയൊരു മിഠായി ആണ്. പക്ഷെ ഇവന് അത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവൻ പറയും, ഓ ഇത്രയല്ലേ ഉള്ളൂ എനിക്ക് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്താ പറയാ, ആ വികാരിയസ് റീഎൻഫോഴ്സ്മെന്റിന് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല, കാണുന്ന സംഭവത്തിന് ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് കൊണ്ട് അവൻ അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കില്ല. സോ വികാരിയസ് റീഎൻഫോഴ്സ്മെന്റിനും അതുപോലെ തന്നെ അവന്റെ ഈ കിട്ടുന്ന പണിഷ്മെന്റ്സിനും ഒക്കെ ഒരു അത്രത്തോളം പ്രാധാന്യമുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഹി വിൽ ബി മോട്ടിവേറ്റഡ് ടു ഡു ദാറ്റ് തിങ്. സോ അതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇങ്ങനെയൊക്കെയാണ് ഒരാള് ആളുടെ ഒബ്സർവ് ചെയ്തിട്ട് മറ്റുള്ളവരുടെ ബിഹേവിയർ തൻ്റെതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതിപ്പോ നല്ല കാര്യങ്ങളിലും ഉണ്ടാവും, അതുപോലെ തന്നെ ക്രിമിനൽ ബിഹേവിയറിലും ഉണ്ടാവും. നോൺ ക്രിമിനൽ ബിഹേവിയറുമായിട്ടും നമുക്ക് ഇതുപോലെ എഴുതാം, ക്രിമിനൽ ബിഹേവിയർ ആയിട്ടും എഴുതാം. സോ ഒരാള് എന്താ പറയാ, ഫോർ എക്സാമ്പിൾ ആയിട്ട് ക്രിമിനൽ ബിഹേവിയറിൽ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് കുറച്ച് പൈസ വേണം, ഒരു കുട്ടി ഒരാൾക്ക് കുറച്ച് പൈസ വേണം. അപ്പൊ പൈസക്ക് അത്യാവശ്യമുണ്ട്,
അതുകൊണ്ട് എന്ത് പണി കിട്ടിയാലും ചെയ്യാന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് വേറൊരു ഗ്രൂപ്പ് ആൾക്കാർ ഇതുപോലെ കൊട്ടേഷൻ പരിപാടി ഒക്കെ ചെയ്യുന്ന കണ്ടിട്ട് ഇയാളുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, നീ ഒരാളുടെ കൈയും കാലം തല്ലി ഓടിച്ചാൽ ഞങ്ങൾ 5 ലക്ഷം രൂപ തരാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ 5 ലക്ഷം രൂപയാണ് എന്ത് റീഎൻഫോഴ്സ്മെന്റ് അവിടുത്തെ. അപ്പൊ ഒരു റിവാർഡ്, ആ റിവാർഡ് അവന് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഹി ഈസ് മോട്ടിവേറ്റഡ് ടു ഡു ദ ക്രൈം. ആ വികാരിയസ് റീഎൻഫോഴ്സ്മെന്റ് അവിടെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ആളെ ക്രൈം ചെയ്യാൻ മോട്ടിവേറ്റഡ് ആവും. അവരെങ്ങനെയാണ് ക്രൈം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് കൈയും കാലം തല്ലുപിടിച്ച് പൈസ വാങ്ങും. സോ അത് ഒരു ക്രിമിനൽ ബിഹേവിയർ ഉണ്ടാവാനുള്ള ഒരു കാരണമാണ് അല്ലേ? സോ ഇത്രയും കാര്യങ്ങളാണ് ആൽബർട്ട് ബണ്ടൂറ ആളുടെ തിയറിയിൽ, മോഡലിംഗ് ആൻഡ് ഇമിറ്റേഷൻ തിയറിയിൽ പറഞ്ഞത്. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്, ആൽബർട്ട് ബണ്ടൂറയുടെ തിയറി, സോഷ്യൽ ലേണിംഗ് തിയറി. ഇതിന്റെ നോട്ട് ഞാൻ ഇപ്പൊ തന്നെ അയച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ മറക്കും. ഫസ്റ്റ് വ്യൂ. ഓക്കെ, ഇതിന്റെ PDF ഞാൻ അയച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങളുടെ PDF അല്ലാതെ തന്നെ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു 5 പോയിന്റ്സ് ഉണ്ടല്ലോ, അത് ഞാൻ എഴുതി വെച്ചത് ഫോട്ടോ എടുത്ത് അയച്ചു തരാം. അപ്പോൾ നാളെ മീൻസ് നെക്സ്റ്റ് ക്ലാസ് ഉള്ള ദിവസം നമ്മുടെ റുക്സാനന്റെ അടുത്ത് ഈ തിയറി ഒന്ന് എടുക്കാൻ പറഞ്ഞോളൂ. അത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. നല്ല പ്രിപ്പയർഡ് ആയിട്ട് വന്നിട്ട് എടുക്കാനായിട്ട് പറഞ്ഞോളൂ. ഇനി 2 കാര്യങ്ങൾ കൂടി ഉണ്ട്, ഡിഫറൻഷ്യൽ അസോസിയേഷൻ തിയറിയും ഉണ്ട്. സോ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ഒരാൾക്കും കൂടി വേണമെങ്കിൽ സെമിനാർ എടുക്കാമെന്ന് തോന്നുന്നു. വേണ്ട അല്ലേ? 3:13 ആയില്ലേ? അപ്പൊ നമുക്ക് നിർത്താം. സെമിനാർ എടുക്കണമെന്ന് ഉള്ളവർ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ലീവ് ചെയ്യാം. കുറെ പേരൊക്കെ ലീവ് ചെയ്ത് പോയിട്ടുണ്ടല്ലോ. Okay, so you can leave. Thank you, ma'am. Thank you.